ഹായ് ഗൈസ്, നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞൊരു ഹൈലി റെക്കമെൻഡഡ് വീഡിയോ വേറൊന്നുമല്ല. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഫാമിലിയിലെ കുറേ മെമ്പേഴ്സ് എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് ചോദിച്ച കാര്യമാണ്, ചേട്ടാ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു സ്കിൻ കെയർ റൂട്ടീൻ പറഞ്ഞു തരാമെന്ന്. കാര്യം ഇതിൽ മിക്ക ആൾക്കാരും ടീനേജേഴ്സും അതുപോലെ തന്നെ സ്റ്റുഡൻസുമാണ്. അപ്പോൾ അവർക്ക് ഈ ബഡ്ജറ്റിന് ചെറിയ പ്രശ്നമുണ്ട്. കാര്യം നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ നല്ലൊരു സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒക്കെ നമ്മൾ മേടിക്കുമ്പോൾ തന്നെ ഇപ്പോൾ സെറ്റാഫിലിൻ്റെ തന്നെ ബ്രാൻഡൊക്കെ ആണെങ്കിൽ എങ്ങനെ പോയാലും ഒരു മോയ്സ്ചറൈസറിന് 650-700 രൂപ പോകും. അപ്പോൾ അവർക്ക് മോയ്സ്ചറൈസർ, സൺസ്ക്രീനും സെറം എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു സ്കിൻ കെയർ റൂട്ടീൻ ഫോളോ ചെയ്യണമെങ്കിൽ തന്നെ എങ്ങനെ പോയാലും ഒരു മാസം ഒരു 3000-4000 പ്ലസ് ബഡ്ജറ്റ് ആകും. അപ്പം അവർക്കത് അഫോർഡബിൾ അല്ല. അപ്പോൾ അവർക്ക് അഫോർഡബിളായ രീതിയിൽ ഒരു സ്കിൻ കെയർ റൂട്ടീൻ ഒന്ന് പറഞ്ഞു തരാമോ ചോദിച്ചതിനോട്. അപ്പം ഞാൻ 1-2 പേർക്കൊക്കെ പറഞ്ഞു കൊടുത്തു. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു റിക്വസ്റ്റ് വരുന്നതുകൊണ്ട് ഇതൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. കാര്യം ആരെങ്കിലും ഉപകാരപ്പെട്ടാലോ, അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഇതിനു മുമ്പ് വേറൊരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാനുണ്ട്. ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ സ്കിൻ കെയർ റൂട്ടീൻ ചെയ്യാൻ പോകുന്നത്, നിങ്ങളുടെ സ്കിന്നിന് നിലവിൽ ഒരു പ്രശ്നങ്ങളുമില്ല, നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും സ്കിൻ കെയർ റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്തത്. കാര്യം വേറൊന്നുമല്ല, പ്രത്യേകിച്ച് ഓയിലി സെൻസിറ്റീവ് സ്കിന്നും ആൾക്കാർക്കാണെങ്കിൽ അവർ വലിയ കെയറിംഗ് ഒന്നും കൊടുക്കാത്ത സ്കിന്ന് പെട്ടെന്നൊരു കെയറിംഗ് കൊടുക്കുമ്പോൾ ആക്നെ വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അതുപോലെ തന്നെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞത്, ഞാൻ ഈ നെഗറ്റീവ് പറയുന്ന ആദ്യമായിട്ട് വേറെ കൊണ്ടല്ല, നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുവാണ്, തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്തരുത്. കാര്യം കുറേ ആൾക്കാർ, ഇപ്പോൾ കുറേ പെൺകുട്ടികൾ തന്നെ ഇപ്പോൾ കല്യാണമാണ് 2 മാസം കൊണ്ടൊക്കെ വെളുക്കണം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അവർ ഫോളോ ചെയ്യത്തില്ല. ഈ സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറഞ്ഞൊരു മാരത്തോൺ പോലെയാണ്, സ്പ്രിൻ്റ് അല്ല. നമ്മൾ ലൈഫ് ലോങ് ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങൾക്കത് ലൈഫ് ലോങ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ നിങ്ങൾ സ്കിൻ കെയർ റൂട്ടീൻ ഫോളോ ചെയ്യാവുള്ളൂ. കാര്യം എന്നാലേ റിസൾട്ട് നിൽക്കത്തുള്ളൂ. നമ്മളിത് എന്ത് സ്റ്റോപ്പ് ചെയ്യുന്നു അന്ന് റിസൾട്ട് റിവേഴ്സ് അടിക്കും. കാര്യം ഒരിക്കലും ഇത് പെർമനൻറ്റ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടത്തില്ല. കാര്യം ഇതൊരു സപ്ലിമെൻറ്റേഷനാണ്. നമ്മൾ കൊടുക്കും തോറും സ്കിൻ ഗ്ലോ ആയി നിൽക്കും. നമ്മൾ എന്നാ സപ്ലിമെൻറ്റേഷൻ നിർത്തുന്നു അന്ന് അത് റിവേഴ്സ് അടിക്കും. ഈ സ്റ്റിറോയിഡ് ക്രീംസാണ് നമ്മുടെ സ്കിന്നിന് ഡാമേജ് ആക്കിക്കൊണ്ടായിരിക്കും റിവേഴ്സ് അടിക്കുന്നത്. പക്ഷേ നാച്ചുറൽ ക്രീംസ് ഒക്കെ ആണെങ്കിൽ അങ്ങനെ ഡാമേജോ കാര്യങ്ങൾ വരത്തില്ല. പക്ഷേ നമ്മൾ ഈ സ്കിൻ കെയർ റൂട്ടീൻ തുടങ്ങിയ സമയത്തുള്ള നമ്മുടെ സ്കിൻ എന്തുവാണോ ആ സ്കിന്നിലേക്ക് തിരിച്ചെത്തും, അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ലൈഫ് ലോങ് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുമെങ്കിൽ നിങ്ങളിത് ഫോളോ ചെയ്തോ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ കിടക്കാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറയാൻ പോണ ഈ ഒരു ഫുൾ ഡേ ഉള്ള സ്കിൻ കെയർ റൂട്ടിനെ പറയാൻ പോകണം. അതിനകത്ത് മോയ്സ്ചറൈസറുണ്ട്, ക്ലെൻസറുണ്ട്, അതുപോലെ തന്നെ സെറമുണ്ട്, അതുപോലെ സ്കിൻ ലൈറ്റനിങ് ക്രീമുണ്ട്. അപ്പോൾ നമുക്ക് ഈ റൂട്ടിന് എന്താ ഞാൻ പറയാം, AM ആൻഡ് PM റൂട്ടിനെ പറയാൻ പോകണം. രാവിലത്തെ കാര്യം തന്നെ പറയാം. ഫസ്റ്റ് നമ്മൾ എന്താ നമുക്ക് ആദ്യം വേണ്ടത്, മുഖം കഴുകണം. മുഖം കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ഡേർട്ടും അതുപോലെ തന്നെ എക്സസീവ് ഓയിലൊക്കെ മാറി സ്കിന്നൊന്ന് ഫ്രഷ് ആകത്തുള്ളൂ. അതിന് നല്ലൊരു മൈൽഡ് ക്ലെൻസറാണ് നമുക്ക് വേണ്ടത്. അതിന് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡെർമാക്കോ എന്ന ബ്രാൻഡുണ്ട്. അതിൻ്റെ ക്ലെൻസർ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഈ ഡെർമാക്കോ എന്ന് പറഞ്ഞ ഈ ബ്രാൻഡിൻ്റെ ഫേസ് വാഷിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറഞ്ഞാൽ സാലിസിലിക് ആസിഡാണ്. ഈ സാലിസിലിക് ആസിഡ് പ്രധാനമായും 5 ബെനിഫിറ്റ്സ് ആണുള്ളത്. ഒന്നാമത്തെ ബെനിഫിറ്റ്, ഇത് നമ്മുടെ പോർസ് ഇല്ലേ, നമ്മുടെ സുഷിരങ്ങൾ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യും. രണ്ടാമത് നമ്മുടെ ആക്നെ റെഡ്യൂസ് ചെയ്യും. മൂന്നാമത് നമ്മുടെ സ്കിന്നിനെ ഒന്ന് ജെന്റിലായിട്ട് ഒന്ന് മൈൽഡായിട്ട് ഒന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യും. നാലാമത് നമ്മുടെ സ്കിന്നിൻ്റെ ഓയിൽ ബാലൻസ് ചെയ്യും. അഞ്ചാമത് നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും ടൈപ്പിലുള്ള റെഡ്നെസ്സോ അതുപോലെ സ്വെല്ലിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറച്ച് നമ്മുടെ സ്കിന്നൊന്ന് ക്ലിയർ ആക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ സാലിസിലിക് ആസിഡിൻ്റെ ഫേസ് വാഷ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഗുണങ്ങൾ. അപ്പോൾ ഈ ഒരു ഫേസ് വാഷ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഫേസ് വാഷ് ചെയ്യാം. എന്നിട്ട് മുഖം നന്നായിട്ട് തുടച്ച് ഡ്രൈ ആക്കുക. അതിനുശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന നല്ലൊരു സെറമാണ്. അതിന് ഏറ്റവും ബെസ്റ്റ് പിൽഗ്രിം ഇല്ലേ, നമ്മുടെ കഴിഞ്ഞ വീഡിയോ പിൽഗ്രിം ബ്രാൻഡിൻ്റെ 10% വൈറ്റമിൻ സി സെറമായിരിക്കും ഏറ്റവും ബെറ്റർ. ഇതിൽ വൈറ്റമിൻ സി കൂടാതെ 3 ഇൻഗ്രീഡിയൻസ് കൂടി ഉണ്ട്. ഒന്ന് നമ്മുടെ നിയാസിനമൈഡ്, അത് 5% ഉണ്ട്. രണ്ടാമത്തെ ഗ്ലൂട്ടാത്തിയോൺ, മൂന്നാമത്തെ ഓസ്ട്രേലിയൻ കക്കാഡു പ്ലം. ഈ 3 ഇൻഗ്രീഡിയൻസ് കൂടെ വൈറ്റമിൻ സി കൂടാതെ ഈ ഒരു സെറത്തിലുണ്ട്. അപ്പോൾ ഈ ഒരു സെറം വേണം നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ. ഈ ഒരു സെറം ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ്സ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. എന്തിനറിയാമല്ലോ, നമ്മുടെ സെറം സ്കിന്നിൽ ഫുള്ളി അബ്സോർബ് ആകാൻ വേണ്ടിയാണ്. അബ്സോർബ് ആയ ശേഷം പിന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് നല്ലൊരു മോയ്സ്ചറൈസറാണ്. അത് വേറൊന്നുമല്ല, നമ്മുടെ സ്കിന്ന് ഡ്രൈ ആകാതിരിക്കാൻ അതിന് ഡോട്ട് ആൻഡ് കീ എന്ന ബ്രാൻഡിൻ്റെ മോയ്സ്ചറൈസറായിരിക്കും ഏറ്റവും ബെറ്റർ. ഈ ഡോട്ട് ആൻഡ് കീ എന്ന് പറഞ്ഞ ഈ മോയ്സ്ചറൈസറിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പറഞ്ഞാൽ ഹൈറോണിക് ആസിഡാണ്. രണ്ടാമത്തെ സെറാമൈഡ്സ്, മൂന്നാമത്തെ പ്രോബയോട്ടിക്സ്, നാലാമത്തെ ജാപ്പനീസ് റൈസ് വാട്ടർ. ഈ ഒരു മോയ്സ്ചറൈസറാണ് നിങ്ങൾ സെറം അപ്ലൈ ചെയ്ത ശേഷം നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യാം. എന്നിട്ടൊരു 5 to 10 മിനിറ്റ്സ് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഈ 10 മിനിറ്റ്സ് ശേഷം പിന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് സൺസ്ക്രീനാണ്. ഇപ്പോൾ ഡ്രൈ സ്കിൻ ആൾക്കാരുണ്ടാകും, ഓയിലി സ്കിന്നുള്ള ആൾക്കാർ, സെൻസിറ്റീവ് സ്കിന്നുള്ള ആൾക്കാരുണ്ടാകും, കോമ്പിനേഷൻ സ്കിൻ ടൈപ്പുള്ള ആൾക്കാരുണ്ടാകും, ആക്നെ പ്രോൺ ടൈപ്പ് സ്കിന്നുള്ള ആൾക്കാരുണ്ടാകും, പിന്നെ ഇത് മിക്സറായിട്ട് വരുന്ന ആൾക്കാരുണ്ടാകും. അപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് വേണം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അതിന് മാച്ചായ സൺസ്ക്രീൻ വേണം ചൂസ് ചെയ്യാൻ. അത് SPF 50+ തന്നെ വേണം. അത് നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യണം. അത് വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും മസ്റ്റായിട്ട് യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ AM റൂട്ടീൻ. ഇനി നമുക്ക് വരുന്നത് PM, അതായത് വൈകുന്നേരം. ഇതുപോലെ തന്നെ നിങ്ങൾ ആദ്യമേ നമ്മൾ രാവിലെ ഉപയോഗിച്ച് അതേ ക്ലെൻസർ വെച്ച് മുഖം നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക. അതിനുശേഷം സെറം അപ്ലൈ ചെയ്യുക. അതിനുശേഷം 5 മിനിറ്റ്സ് കഴിഞ്ഞ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. ഇത്രയും യൂസ് ചെയ്യാൻ മതി ടീനേജേഴ്സ്
കേട്ടല്ലോ എന്ന് പറഞ്ഞാൽ 18 വയസ്സ് താഴെയുള്ള കുട്ടികളുടെ കാര്യം പറഞ്ഞത് ടീനേജേഴ്സ് അവർ ഇത്ര മാത്രം യൂസ് ചെയ്യാൻ മതി. ഇനി 18 വയസ്സ് മേളിലേക്കുള്ള ആൾക്കാർക്കാണെങ്കിൽ അവർക്കൊരു സ്കിൻ ലൈറ്റനിങ് ക്രീം പറഞ്ഞുതരാം. അവരെങ്ങനെ യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ ക്ലെൻസ് ചെയ്യുക, അതിനുശേഷം നിങ്ങൾ ഈ ഒരു സ്കിൻ ലൈറ്റനിങ് ക്രീം ഫേസിൽ അപ്ലൈ ചെയ്യുക, അതിനുശേഷം വേണം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. നിങ്ങൾ സെറം നൈറ്റ് അപ്ലൈ ചെയ്യേണ്ട, ഈ ഒരു സ്കിൻ ലൈറ്റനിങ് ക്രീം അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ നൈറ്റ് യൂസ് ചെയ്യേണ്ട സ്കിൻ ലൈറ്റനിങ് ക്രീം എന്ന് പറഞ്ഞാൽ കോജി ക്ലിയർ എന്ന് പറഞ്ഞ സ്കിൻ ലൈറ്റനിങ് ക്രീമാണ്. ഈ ഒരു ക്രീം കണ്ടുപിടിച്ച് നമ്മൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നമ്പർ 1 ഡെർമറ്റോളജിസ്റ്റുകളിലൊന്നായ ജഗദീഷ് സഖ്യ എന്നു പേരുള്ള ഒരു ഡോക്ടറാണ് ഈ ഒരു സ്കിൻ ലൈറ്റനിങ് ക്രീം കണ്ടുപിടിച്ചത്. ഇതിനകത്ത് 3 മെലാനിൻ റെഡ്യൂസേഴ്സ് ഉണ്ട്. കൊജിക്കാസിലുണ്ട്, ഗ്ലൂട്ടാത്തിലുണ്ട്, ആൽഫ ഓർബിറ്റിനുണ്ട്. നിയാസിനമിനെ പറ്റി ഓൾറെഡി ഞാൻ പറഞ്ഞു, നമ്മുടെ ആക്നെ പിമ്പിൾസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു 4 ഇൻഗ്രീഡിയൻസ് അടങ്ങിയ ഒരു ക്രീമാണ് ഈ കോജി ക്ലിയർ സ്കിൻ ബ്രൈറ്റനിങ് ക്രീം. ഈ ഒരു ക്രീം വേണം നിങ്ങൾ ഫേസിൽ അപ്ലൈ. ഇത് അന്താരാഷ്ട്ര റേറ്റിംഗിൽ 4.5 ഔട്ട് ഓഫ് 5 റേറ്റിംഗ് ഉള്ള ഒരു ക്രീം കൂടിയാണ്. നല്ല കസ്റ്റമർ റിവ്യൂ ഫീഡ്ബാക്ക് ഉള്ള ക്രീം കൂടിയാണ്. ഈ ഒരു ക്രീം ഒരിക്കലും ടീനേജേഴ്സ് യൂസ് ചെയ്യാൻ ഞാൻ പ്രൊമോട്ട് ചെയ്തില്ല. കാര്യം കോജിക് ആസിഡ് ടീനേജേഴ്സിൻ്റെ സ്കിന്നിന് അത്ര സൂട്ടായി തോന്നുന്നില്ല. അവർ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യേണ്ടതില്ല. 18 വയസ്സ് മേളിലേക്കുള്ള ആൾക്കാർക്കാണ് ഈ ഒരു ക്രീം പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ക്രീം നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്തോ കേട്ടോ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് പറഞ്ഞ ചോദ്യം ഇതിൻ്റെ ബജറ്റാണ്. ഈ പറഞ്ഞ ക്രീംസ് എല്ലാം 200 താഴെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും 1000 താഴെ നിങ്ങൾക്ക് ഇതെല്ലാം കൂടെ മേടിക്കാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്രീംസിനെ പറ്റി റെക്കമെൻഡേഷനോ കാര്യങ്ങളോ എല്ലാം എന്നോട് പറയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഞാൻ ആ ക്രീം മേടിച്ച് യൂസ് ചെയ്തിട്ട് ഞാൻ റിവ്യൂ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ. സബ്സ്ക്രൈബ് ചെയ്തോ? യെസ് സർ. ഇവനോ? ചെയ്യിച്ചു സർ. ബെല്ലൈക്കൺ ഞെക്കിന്ന് പറടാ. ഞെക്കി സർ. ഗുഡ്.